മതം കൂട്ടിച്ചേർക്കുമ്പോൾ നടത്തുമ്പോൾ ഒരു ചെറു വിഭാഗം അതിനുവേണ്ടി നിൽക്കുന്നത് ഒരു വലിയ വിഭാഗം പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുണ്ട്. സമയം കൂട്ടിക്കൊള്ളുന്ന ആവശ്യം നടത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കുട്ടികളുടെ വിദ്യാഭ്യാസം തന്നെയാണ് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലൊന്നും ഞാൻ മന്ത്രിയായി 4 വർഷക്കാലം ഒരു ഇഞ്ച് വിട്ടുവീഴ്ച ആ കാര്യത്തിൽ ചെയ്തിട്ടുണ്ട്. പ്രതിപക്ഷ ഈ സംഘടനകളുടെ കാര്യം പറഞ്ഞു, അധ്യാപകരുടെ എന്തിനാണ് ഇങ്ങനെ ഒരു നീക്കം അവർ നടത്തിയത്? ഇതിലെന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? ശരിക്കും അവരുടെ അങ്ങനെ ഒരു ആവശ്യം ന്യായമാണ്? അതിലൊരു ന്യായവുമില്ല. നമ്മളൊരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും വിദ്യാഭ്യാസ നിയമ പുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മളെ കുട്ടികൾക്ക് അരമണിക്കൂർ കൂടുതലൊന്ന് പഠിപ്പിച്ചെന്ന് ചോദിച്ചാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? 15 മിനിറ്റ് രാവിലെ വലിയ കാര്യമാണ്. ഉച്ചയിടാൻ 15 മിനിറ്റ് ഒന്നും ഒരു സമയമല്ലല്ലോ ഇപ്പോൾ. സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ പിന്നെ പല സ്കൂളുകളിലും കൂടുതൽ സമയം എടുക്കുന്നുണ്ട് നമ്മുടെ നിർദ്ദേശമില്ലാതെ. അപ്പോൾ നിർദ്ദേശമില്ലാതെ കൂടുതൽ സമയം എടുക്കുന്ന അവസരത്തിൽ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശമല്ല നിങ്ങളെ പഠിപ്പിക്കേണ്ടെന്ന് പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. ഇപ്പോൾ നമ്മൾ ഇപ്പം സമയം കൂടുതൽ വേണം. കാര്യം എന്ന് വെച്ചാൽ കായിക ഇനത്തിന് വേണ്ടി 1 അവർ മാറ്റിവെക്കാൻ വേണ്ടി പോവുകയാണ്. കലാവിഭാഗത്തിന് വേണ്ടി 1 അവർ മാറ്റിവെക്കാൻ വേണ്ടി പോവുകയാണ്. കൃഷി തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടി 1 അവർ മാറ്റിവെക്കാൻ പോവുകയാണ്. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കാര്യങ്ങൾ. ഞാനിപ്പം ഇവിടെ പോകുന്നത് ഇന്ന് ലഹരിക്കെതിരായിട്ടുള്ള പ്രഭാഷണം നടക്കുകയാണ്. കേരളം ഒട്ടാകെയുള്ള ഹയർ സെക്കൻഡറി ക്ലാസ്സുകൾക്ക് ലഹരിക്കെതിരായിട്ടുള്ള പ്രഭാഷണം നടക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും കൂടെ ആകുമ്പോഴേ ഒരു സ്റ്റുഡൻ്റ് ആവുള്ളൂ. ഇല്ലെങ്കിൽ അവൻ പുസ്തകപ്പുഴാവും. നിങ്ങൾ പത്രക്കാരിൽ ചോദിച്ചു നോക്കി ഏതെങ്കിലും വിദ്യാർത്ഥികൾ വിളിച്ചിട്ടൊരു പൊതു കാര്യങ്ങളൊക്കെ സംബന്ധിച്ചിട്ടൊക്കെ അവർക്ക് അവരെ പഠിപ്പിച്ചാലേ അവർ പഠിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സമയം കൂടുതൽ വേണ്ട ഒരു കാലഘട്ടമാണ്. നമ്മളെ കുട്ടികൾ ദേശീയാടിസ്ഥാനത്തിലും സർവ്വദേശീയാടിസ്ഥാനത്തിലൊക്കെ പോകേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പോകണമെങ്കിൽ അവർക്ക് നല്ല കൃത്യമായിട്ടുള്ള വിജ്ഞാനം അക്കാര്യത്തിൽ ആവശ്യമാണ്. അത് സാമ്പത്തിക ശേഷിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ട്യൂഷൻ സെൻറ്റേഴ്സും അതുപോലെ സഹായിക്കാനുള്ള കാര്യങ്ങളുണ്ടാവും. പാവപ്പെട്ട കർഷക തൊഴിലാളിയും പാവപ്പെട്ട വളരെ ദാരിദ്ര്യം വഹിച്ച് ഉള്ള വീടുകളിൽ നിന്നുള്ള കുട്ടികളും ഇപ്പം വിദ്യാഭ്യാസത്തിന് വരുന്നുണ്ടെന്നുള്ള കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അവർക്കൊക്കെ തന്നെ ഒരു താങ്ങായിട്ടുള്ളത് നമ്മുടെ ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് അതുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. നമുക്കിപ്പോൾ ഒരു മതം മാറ്റിയിട്ട് ഇത് കൂട്ടിച്ചേർക്കുമ്പോൾ ഇത് അടിച്ചമർത്തി നമുക്കിത് നടപ്പിലാക്കുന്ന കാര്യം ബുദ്ധിമുട്ടാണ്. അത് സ്വാഭാവികമായിട്ട് ഒരു ഡെമോക്രസിയിൽ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു എതിർപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അവരോട് ചർച്ച ചെയ്യണം, പരിശോധിക്കുകയും ചെയ്യണം ആവശ്യമാണ്.